ഇന്ന് നിങ്ങളുടെ അച്ഛമ്മ ഇവിടെ കിടന്ന് ഊരുണ്ട് പേരുണ്ട് ഒരു കേമമായിരിക്കും കണ്ടോ. അതൊക്കെ ശരി. അച്ഛമ്മയായോണ്ട് ഒരു കാര്യം പറയാം. എത്ര ഉരുണ്ട് പിടച്ചാലും 4 കാലിലെ വീഴ്ത്തുള്ളൂ, ഒരു പൂച്ചയെ പോലെ. നീ ആരുടെ അച്ഛമ്മയുടെ ഫാന്? അച്ഛമ്മേന്റെ ഫാനോ എ സിന്നോ അല്ല ഞാൻ. അച്ഛന്റെ അമ്മയായോണ്ട് പറഞ്ഞതാണ്. എന്തുവാടാ കമ്മേ കമ്മേന്ന് പറഞ്ഞോട്ട് വിളിക്കുന്നത്? അമ്മ ഇന്ന് പഠിക്കാൻ പോയെടുത്ത് വല്ല കുഴപ്പമുണ്ടാക്കിയ? ചതിച്ചു അല്ലേ? അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് കള്ളത്തരൊന്നും ചെയ്യരുത് പറയരുത് എന്നൊക്കെ, അതുകൊണ്ടാ. അപ്പൊ ഞങ്ങളിനി അച്ഛനെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ അച്ഛനോട് കള്ളത്തരം പറഞ്ഞാലായില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങ് പോയി പറഞ്ഞു. അമ്മ ഈ പഠിക്കാൻ വിട്ടിരിക്കുന്നതേ അവിടെ കൃത്യമായിട്ട് പഠിച്ച് മാർക്കൊക്കെ മേടിക്കാൻ വേണ്ടിട്ടാ. അമ്മയുടെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇടപെടാൻ എന്നെ കിട്ടത്തില്ല. എടാ അത് പിന്നെ ആ ടീച്ചർ എന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പം ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയി. എനിക്കിങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാനെന്തിനും ഇടപെടത്തില്ലേ? അച്ഛ ഇടപെടണ്ട, അമ്മ ഇങ്ങ് പൊക്കോളൂ. നീയാ നീ എന്തിട്ടാണ് ഇതിനകത്തൊക്കെ ഇടപെടാൻ പോകുന്നത്? അല്ല, എന്നോട് പറഞ്ഞു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ പാരന്റ് ഒന്നും ഇല്ലല്ലോ, എന്നാ ഞാൻ വരാന്ന് അങ്ങ് പറഞ്ഞു. പാരന്റ്സ് മീറ്റിംഗ്? എടി പഠിപ്പിച്ച അധ്യാപികയെ മർദ്ദിച്ചു, അതിനാ നിന്നെ പിടിച്ചോണ്ട് ഓടത്. ഉള്ളതാണോ പറയുന്നത്? എടി അതെ, നിന്റെ അത്ര ഉള്ള ഒരു ടീച്ചറാ. അവരെന്നെ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞപ്പം ഞാൻ എന്തൊക്കെയോ അങ്ങ് ചെയ്തും പോയി. ഓ, അത് വലിയ കാര്യമൊക്കെ കാണുണ്ടോ? ഓ, അപ്പൊ കള്ളത്തരം പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് നാണം കെടുത്താൻ വേണ്ടിട്ടായിരുന്നല്ലേ? ഞാൻ ആരെ നാണം കെടുത്തൊന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ മേലെ അവൻ മര്യാദയ്ക്ക് പോവാമെങ്കിൽ പൊക്കോ, ഇല്ലെങ്കിൽ ഇവിടെ നിർത്തിക്കോ ഈ പരിപാടി. നീ ആരടാ? നീ എന്റെ മകനാ, അല്ല എന്റെ അച്ഛനൊന്നും അല്ല. എന്നെ ഭരിപ്പിക്കാൻ വരെ. ഇങ്ങനെ നീ വന്നാ മതി മക്കളെ. ഞാൻ വരാം. പക്ഷേ നിങ്ങൾക്ക് വക്കാലത്ത് പഠിക്കാനൊന്നല്ല, ഞാൻ TC മേടിക്കാനാ വരുന്നത്. ഞാൻ വരണോ? ഒരു റോഡിൽ നോക്കട്ടെ കേട്ടോ. പിള്ളേരുടെ മെക്കിട്ട് കയറുന്നത് എന്തിനാ? പിള്ളേരുടെ മെക്കിട്ട് കയറാം. എനിക്ക് എന്നെ അവരോടൊന്നും മെക്കിട്ട് കയറാൻ മേലെ. അല്ല, ഇതെങ്ങനെ വിട്ടാൻ പറ്റത്തൊന്നുമില്ല. ഇതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. എന്താ അമ്മയുടെ ഉദ്ദേശം, അത് പറ. ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം കേട്ടോ. നിങ്ങളുടെ ആരുടെയും വക്കാലത്തൊന്നും എനിക്ക് വേണ്ട. കെട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി. നാളെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കളാം. നിന്റെ സഹായം വേണ്ട. എന്റെ പിള്ളേര് പോലും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നാളെ എന്താണ് പരിപാടി? അത് മര്യാദ അവിടെ ഇരുന്നു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നിർത്തടാ. നീ എന്റെ അച്ഛനാവാനൊന്നും നോക്കരുത് കേട്ടാലോ. എനിക്കൊരു തെറ്റ് പറ്റി സ്കൂളില്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ നീ വന്നിരിക്കണം. വന്നില്ലെങ്കിലുണ്ടല്ലോ ഈ സ്വത്തെല്ലാം ആരുടെ പേരിലാന്നറിയാലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഇതിനകത്ത് വലിച്ചഴിക്കണ്ട. ഇപ്പൊ എന്താ വേണ്ടത്? നാളെ പോകുമ്പം ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണം. ഞാൻ കൂടെ വന്നോളാം. മതിയല്ലോ? വന്നോളൂ. ഞാൻ നാളെ കുളിച്ചൊരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് വരാം. നീ കുളിച്ചൊരുങ്ങി മേക്കപ്പ് ഇട്ടോടാ. നീ നാളെ തീർച്ചയായിട്ടും എന്റെ കൂടെ വന്നിരിക്കണം. വരാം. പോയിരുന്ന് പഠിക്ക്. പഠിച്ചോളാം. ഇത് അച്ഛനാണല്ലോ അവിടെ കിടന്ന് ഉരുളണേ. ഇതിന്ന് മക്കൾക്ക് എന്നാ മനസ്സിലായി? അച്ഛൻ അച്ഛമ്മയെ പേടിയാണെന്ന് മനസ്സിലായി. അച്ഛൻ പേടിയായോണ്ടല്ല. അച്ഛനായാലും അമ്മയായാലും തെറ്റ് പറ്റി കഴിഞ്ഞാലേ അവരോട് ബഹുമാനം നഷ്ടപ്പെടുത്തരുത്. ഞങ്ങൾ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ തെറ്റൊക്കെ പറ്റും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അല്ലാണ്ട് സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ലല്ലേ? ഇല്ലാത്ത കാര്യമൊന്നും ചോദിക്കണ്ട. അച്ഛാ ഓൾറെഡി ചമ്മിപ്പോയി, അതങ്ങ് വിട്ടുകളാ. അച്ഛന്റെ ചമ്മല് കാണാൻ കാത്തിരിക്കുന്ന ഒരു സന്താനം. സത്യല്ലേ?